ബഹ്റൈനിൽ കടബാധ്യതയുള്ളവരുടെ സിവിൽ വാണിജ്യ കേസുകളിലെ യാത്രാവിലക്ക് 3 വർഷത്തേക്ക് നീട്ടാനുള്ള നിയമത്തിന് ശൂറ കൌൺസിൽ അംഗീകാരം നൽകി. കോടതി ഉത്തരവിട്ട പ്രകാരം പണമിടപാടുകൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് കടക്കാരായ രാജ്യം വിടുന്നത് തടയുകയാണ് നീക്കത്തിന്റെ ലക്ഷ്യം. സിവിൽ കൊമേഴ്സ്യൽ കേസുകളിൽ കോടതി ഉത്തരവിട്ട പണം നൽകാത്തവർക്ക് ഏർപ്പെടുത്തുന്ന യാത്രാവിലക്ക് നിലവിലെ 9 മാസത്തെ കാലാവധിയിൽ നിന്ന് 3 വർഷം വരെയായി വർദ്ധിപ്പിക്കാനാണ് പുതിയ നിയമഭേദഗതി. കടം നൽകിയവർക്ക് തങ്ങളുടെ പണം തിരിച്ചുപിടിക്കാൻ കൂടുതൽ സമയം നൽകുന്നതിനും കോടതി നടപടികൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് കടക്കാരൻ രാജ്യം വിടുന്നത് തടയുന്നതിനുമാണ് പുതിയ ഭേദഗതി ലക്ഷ്യമിടുന്നത്. പ്രവാസികളായ കടക്കാർക്കെതിരെ ഏർപ്പെടുത്തുന്ന യാത്രാവിലക്ക് വ്യക്തമായ കാരണങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എത്ര തവണ വേണമെങ്കിലും പുതുക്കാൻ പുതിയ ഭേദഗതി പ്രകാരം എക്സിക്യൂഷൻ ജഡ്ജിക്ക് അധികാരമുണ്ടാകും. കടം വീട്ടാൻ ആവശ്യമായ ആസ്തികൾ കടക്കാരന് ഉണ്ടോ എന്ന് കണ്ടെത്താൻ കോടതിക്കും ഉദ്യോഗസ്ഥർക്കും കൂടുതൽ സമയം ലഭ്യമാക്കാൻ ഈ ദീർഘിപ്പിച്ച കാലാവധി സഹായിക്കുമെന്ന് നീതിന്യായ മന്ത്രാലയം വ്യക്തമാക്കി. ഒരു പ്രവാസിക്കെതിരെ കോടതി യാത്രാവിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പണം ഈടാക്കുന്ന നടപടികൾ പൂർത്തിയാക്കാതെ അയാളെ രാജ്യം വിടാൻ അനുവദിക്കാത്ത വിധത്തിലാണ് ഭേദഗതി വിഭാവന ചെയ്യുന്നത്. കടം വാങ്ങിയവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നിയമം കർശനമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും പുതിയ ഭേദഗതിയുടെ ലക്ഷ്യമാണ്. മീഡിയ 1 ബഹ്റൈൻ.